നിങ്ങൾ അതിനൊരു പേരിടാൻ രണ്ട് പേര് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ എടുത്തൊരു വീഡിയോ ആയിരുന്നേ. മക്കളൊക്കെ സ്കൂളിലേക്കും പോയി. മിന്നൂട്ടീനെ ഞാൻ കൊണ്ടുവിട്ടിട്ട് ഇപ്പോൾ വന്നതാണ്. വന്ന ശേഷം ഒന്ന് ബാൽക്കണിയിലോട്ട് ഇറങ്ങിയതാണ്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ ബാൽക്കണിയുടെ അവസ്ഥ എന്താണെന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ്. ബാൽക്കണിയിലാണെങ്കിൽ ഇപ്പോഴും വെള്ളം ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ കാലാവസ്ഥ വളരെ മോശമാണ് കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം നിന്ന ശേഷം നേരെ അകത്തോട്ട് വന്നു. പിന്നെ നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ കുറച്ച് നേരം നോക്കി. പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി കേട്ടോ. കിച്ചണിലാണെങ്കിൽ ഇന്ന് ഞാൻ കഴിക്കാനായിട്ട് രാവിലെ ഉണ്ടാക്കിയത് പൂരിയും ബാജിയായിരുന്നു. അപ്പം ഞാൻ ചൂടോട് കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ ഉണ്ടാക്കിയിട്ടൊന്നും വെച്ചില്ല, അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം പ്രസ്സില്ലോണ്ട് പൂരി ഉണ്ടാക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. പെട്ടെന്ന് അതിനകത്തോട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചാൽ മതി. അങ്ങനെ ഞാൻ പെട്ടെന്ന് 4 പൂരി ഉണ്ടാക്കിയിട്ടോ. പൊന്തി പൂരിയാണ്. എൻ്റെ പൂരി എന്ത് രസമല്ല കാണാൻ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ബാജിയും കൂട്ടിയിട്ട് അത് കഴിച്ചു കിട്ടും. ഇനി നമുക്ക് കുറച്ചധികം പണിയുണ്ട്. ഇന്നാണെങ്കിൽ മൊത്തമായിട്ട് തുണി കിടക്കുകയാണ്. മഴയൊക്കെ വന്നതുകൊണ്ട് തുണിയൊക്കെ ഞാൻ എല്ലാം ഉള്ളിലിട്ടിട്ടുണ്ടായിരുന്നു. രാത്രി എന്നല്ല കേട്ടോ, ഇന്നലെ പകലും മൊത്തം മഴയായിരുന്നു. അതുകൊണ്ട് തുണി ഞാൻ മെഷീനിലിട്ട തുണി മൊത്തം അവിടെ കിടക്കുകയായിരുന്നു. അതൊക്കെ രാത്രി ഞാൻ ഫാനിൻ്റെ അടിയിലിട്ടു. അതുകൊണ്ടാണ് മൊത്തമായിട്ട് തുണിയാണ് അവിടെ ഇവിടെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ പൂജയുടെ ബെഡിലെ ബെഡ്ഷീറ്റും തലേണ കവറൊക്കെ ഒന്നും അലക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് അവിടെ ഒന്ന് വിരിക്കണമല്ലോ കുറച്ച് നേരത്തേക്ക് നമ്മൾക്ക്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇന്ന് കുറച്ച് വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അലക്കിയിട്ട് ഉണങ്ങും. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കാം. എന്നാലും ഇപ്പം ഇതിങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വിരിച്ച് വെക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ കയറി വരുന്ന ഒരു സ്ഥലമാണ്, ഹാളും റൂമും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അതൊരു ഹാളെന്ന് പറയാനും പറ്റില്ല, റൂമെന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അത് കിടക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ആരെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ അവിടേക്കാണ് വരുന്നത്. ഇന്ന് പണിയെടുക്കുമ്പോൾ മൊത്തമായിട്ട് എനിക്കൊരു അബദ്ധമായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല. ഒന്നാമത് ആദ്യം തന്നെ ആ കാർബോർഡ് വെട്ടിയിട്ട് ഉള്ളിലോട്ട് വീഴാൻ പോയി. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ തട്ടലും മുട്ടലും ഒക്കെ ആയിരുന്നു ഇന്ന്. നമ്മുടെ അയക്കോല് കണ്ടോ, ആദ്യം വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. ഇതെപ്പോഴും ശരിയാക്കലാണ് എൻ്റെ പണി. എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടും തുണി. ഞാനതിങ്ങനെ മടക്കി ഒതുക്കി വെക്കും. എൻ്റെ സ്ഥിരം പരിപാടിയായിട്ടുണ്ട് ഇത്. അങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ മിന്നുവിന് രാധേനെ കെട്ടാനുള്ള കുറച്ച് ഡ്രസ്സാണ്. അപ്പോൾ 18-ാം തീയതി അവൾക്ക് രാധേനെ കെട്ടിയിട്ട് പോകണം സ്കൂളിലേക്ക്. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഇതൊക്കെ. ഏതിടണമെന്ന് ഒന്നും ഇതുവരെ തീരുമാനത്തിലായിട്ടില്ല. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം ഉണ്ടല്ലോ ഇനി. മിന്നുവിനെ രാധേനെ കെട്ടിയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഏത് ഡ്രസ്സ് ഇടുമെന്ന തീരുമാനത്തിൽ ഇതുവരെ ആവാത്തതുകൊണ്ട് തന്നെ ആ ഡ്രസ്സ് ആദ്യം മടക്കിയിട്ട് അവിടെ വെച്ചു. ഇതൊക്കെ ഇന്നലെ ഇട്ടിട്ട് ഇവിടെ ഒന്നാകെ വാരി വലിച്ചിട്ടതാണ്. അപ്പോൾ ഞാനതവിടെ മടക്കി വെച്ചു കേട്ടോ. ഇനി കുറച്ചും കൂടി തുണി മടക്കാനുണ്ട്. അതും കൂടി അങ്ങ് മടക്കി വെച്ചാൽ നമ്മുടെ റൂം കുറച്ചൊന്ന് കാണാൻ ഭംഗിയാവും തോന്നുന്നു. എപ്പോഴും തുണിയാണ്, തുണിയോട് തുണി. ഒന്നാമത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് തുണി നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നില്ല. അപ്പോൾ ഈ തുണിയൊക്കെ ഫാൻ ഇടുമ്പോൾ റൂമിൽ ഇങ്ങനെ ചെയറിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും രാത്രി. അപ്പോൾ ഇത് രാവിലെ മടക്കിയില്ലെങ്കിൽ ഓരോരോ ദിവസം എനിക്ക് ഭയങ്കര മടിയാട്ടോ ഈ തുണി മടക്കാൻ. നമ്മൾ ഒരു ദിവസം തുണി മടക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഒത്തിരി തുണിയാവും. അതുകൊണ്ട് അങ്ങനെ ആയ തുണികളൊക്കെയാണിത്. പിന്നെ ഞാൻ കാർബോർഡ് പെട്ടി എന്തോ ഒരു സാധനം ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ ഹസ്ബൻഡ് താഴെ എടുത്തു വെച്ചതാണ്. അത് വലിയ വെയിറ്റൊന്നും ഇല്ല കേട്ടോ. അതിനകത്ത് എന്തൊക്കെയോ കുറച്ച് തുണികൾ, നമ്മളെ തണുപ്പിനൊക്കെ ഇടുന്ന തുണികളൊക്കെ ഞാൻ മടക്കി അതിനകത്തോട്ട് വെച്ചതാണ്. നമുക്കിവിടെ അങ്ങനെ ഒത്തിരി സ്ഥലമൊന്നും ഇല്ലല്ലോ വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ കാർബോർഡ് പെട്ടിനകത്ത് ഒത്തിരി പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിനകത്ത് വെച്ചത്. അപ്പോൾ എന്തോ രാവിലെ ഒരു വൈറ്റ് സോക്സ് തപ്പിയതാണ്. തപ്പിയ സാധനം കിട്ടിയിട്ടൊന്നുമില്ല. എന്നാലും അത് താഴെ തന്നെ വെച്ചിട്ട് ഹസ്ബൻഡ് പോയി. ഞാനിപ്പോൾ അതിനെ പൊക്കി മല പൊക്കുന്ന പോലെ പൊക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഓരോരോ നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ റൂം എങ്ങനെയൊക്കെയോ ഞാൻ ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടിക്കുകയും ചെയ്തു കേട്ടോ. നല്ല പൊടി ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ റൂമിൻ്റെ കോലം നിങ്ങൾ കണ്ടോ? ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ഇട്ട തുണി. അത്രയ്ക്കും തുണി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കട്ടിൽ നിറയെ തുണിയായിരുന്നു. പിന്നെന്താണ്, വാതിലിലാണെങ്കിലും ജനലിലാണെങ്കിലും മൊത്തം
തുണി ഇട്ടിട്ടാണ് ഞാൻ ഫാൻ ഇട്ടത്. ഞാനാണെങ്കിൽ നല്ല സ്പീഡിൽ ഫാൻ ഇടും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ തുണിയൊക്കെ പെട്ടെന്ന് ഒരുവിധമൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പൂജയാണെങ്കിൽ ചെറുങ്ങനെ ഫാൻ ഇടത്തുള്ളൂ, സ്പീഡ് കുറച്ചിട്ടേ ഇടൂ അവൾ. അതുകൊണ്ട് അവിടെ ഒത്തിരി തുണിയൊന്നും ഞാൻ ഇട്ടില്ല, കുറച്ച് തുണി മാത്രമേ ഇട്ടുള്ളൂ. ഏകദേശം തുണി ഞാൻ ഈ റൂമിലാണ് ഇട്ടത്. അതുകൊണ്ട് ഈ റൂമിൽ നല്ല പണിയുണ്ടെന്ന്. ആദ്യം നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം, എന്നിട്ട് നമുക്ക് തുണിയൊക്കെ മടക്കാൻ തുടങ്ങാം കേട്ടോ. ഒത്തിരി തുണിയുള്ളത് കൊണ്ട് തന്നെ എനിക്കിന്ന് ഭയങ്കര ബോറിങ്ങാണ്. ഇത് മടക്കി വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇത് മടക്കി വെച്ചില്ലെങ്കിൽ നാളേക്ക് ഇതിൻ്റെ ഇരട്ടി തുണിയാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നേരാക്കിയിട്ട് ആ തുണിയൊക്കെ ആദ്യം ഒന്ന് മടക്കി വെക്കാം. രാവിലെ പോകുമ്പോൾ എല്ലാവരും കൂടി വലിച്ച് വാരി ഇട്ടതും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ റൂം ഇങ്ങനെയൊക്കെ ആയി കിടക്കണത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവും ഈ റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്തത്. അതൊക്കെ വീണ്ടും ഒരു പ്രാവശ്യം മേക്ക് ഓവർ ചെയ്തു കേട്ടോ. അത് ഹസ്ബൻഡിന് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ടി വി നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കിടന്നിട്ട് ടി വി നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ നേരെ അത് തിരിച്ചിട്ടു. ഇപ്പോഴാണെങ്കിൽ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു കട്ടിലാണ് നമുക്ക് അധികമെന്ന് തോന്നുന്നു. ആ കട്ടിൽ നമുക്ക് എവിടെയും വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇട്ടു. ഇങ്ങനത്തെ അവസരങ്ങളിൽ നല്ലതാട്ടോ. ഇങ്ങനത്തെ അവസരം എന്ന് ഉദ്ദേശിച്ച് തുണി വിരിച്ചിടാനൊക്കെ നമുക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പുസ്തകം വായിക്കാനൊന്നും അങ്ങനെ അധികം അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ലാപ്ടോപ്പ് നോക്കുമ്പോൾ ഒക്കെ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് 2 പേർക്കും അവിടെ ഇരുന്നിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. അത് ചെറിയൊരു ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒരു ഉപകാരമില്ലാത്ത ഒരു കട്ടിലുണ്ട് കേട്ടോ. ഇനി എവിടെ കൊണ്ട് കളയണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ. നമ്മുടെ ഹാളിലാണെങ്കിൽ ഇത് വെക്കാൻ പറ്റില്ല. ഹാളിൽ വെച്ചെങ്കിൽ നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാൻ പറ്റില്ല. പാവം കട്ടിലല്ലേ, ഞാൻ എന്തൊക്കെയാ പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, അവിടെ ഇരിക്കട്ടെ അല്ലേ. എപ്പോഴെങ്കിലും നമുക്ക് ഉപകാരം വരും. ആൾക്കാരൊക്കെ വരുന്ന സമയത്ത്, ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എന്തായാലും ഉപകാരം വരും. ഇപ്പം നമ്മൾ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പം നമുക്ക് എന്തായാലും അത് വേണ്ടി വരും. അങ്ങനെ ഞാൻ പെട്ടെന്ന് നമ്മളെ തുണിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മടക്കി വെക്കാം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് മടക്കി വെച്ചാലും അത് 2 ദിവസം കഴിയുമ്പോൾ മിക്സായി പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒന്നെടുക്കുമ്പോൾ 2 വലിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അതൊന്നും എപ്പോഴും ഒരുപോലെ ഒതുങ്ങി നിൽക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തുണിയൊക്കെ മടക്കി വെച്ചു. ഇനി നമുക്കതൊക്കെ ഷെൽഫിൽ അങ്ങ് എടുത്തു വെക്കാം കൈയോടുകൂടി. അങ്ങനെ തുണിയൊക്കെ എടുത്തു വെച്ച ശേഷം പെട്ടെന്ന് അവിടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പൊടിയുണ്ട് കേട്ടോ. ഒന്ന് കട്ടിലിൻ്റെ അടിയിലൊക്കെ. പിന്നെ തണാറും ഉണ്ട്. തണാറ് എപ്പോഴും ഉണ്ട്. തണാറ് നല്ലതുപോലെ ഊരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു മുടി ഊരുന്നത്. ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് ഒരാഴ്ച ചെറുതായിട്ട് ഊരുന്നുണ്ടായിരുന്നു. പിന്നെ ഒട്ടും ഒരു മുടി പോലും എൻ്റെ ഊരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. 2 മാസത്തോളം നല്ല പാങ്ങ് മുടി ഊരാണ്ട് അതങ്ങ് വളർന്നു. അതിനോട് ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ മുടിയൊക്കെ ഊരിയിട്ട് ഇപ്പോൾ ഏകദേശം തീർന്നു. പൂജൻ്റെ മുടിയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്തു കേട്ടോ. കാരണം ഊരുകയും ചെയ്യുന്നു. ഊരി ഇങ്ങനെ കോല് പോലായിട്ടൊരു ഭംഗിയില്ല മുടി. അപ്പം ഞാൻ വിചാരിച്ചവൾ ഒന്നാമത് മൂക്ക മുടിയാണ്. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി കട്ട് ചെയ്തു കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. 2 റൂമും ഒന്ന് വൃത്തിയാക്കലായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ അടിച്ചു തുടച്ചു അതൊന്നും ഞാൻ വീഡിയോയിൽ അധികം കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.